2 വർഷങ്ങളിലും ഈ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിന് സഹകരിക്കുകയുണ്ടായി. എന്നാൽ ഈ വർഷം തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മ തന്നെ ഒരു നാടകം അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. 20 വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത നാടകക്കാരൻ PJ ഉണ്ണികൃഷ്ണൻ എന്ന ഞങ്ങളുടെ ഉണ്ണിയണ്ണൻ ഞങ്ങൾക്കായി എഴുതി നൽകിയ ഒരു ചെറിയ നാടകത്തെ ഇത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തി ശ്രീ വാട്സൺ വില്യമിൻ്റെ സംവിധാനത്തോടുകൂടി ഞങ്ങളൊന്ന് അവതരിപ്പിക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഈ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ നാടകം അവതരിപ്പിക്കുവാനായി ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട ഇടവക അച്ഛനോടും തിരുനാൾ കമ്മിറ്റിയോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ നാടക കൂട്ടായ്മയ്ക്ക് ഹോളി തിയേറ്റേഴ്സ് എന്ന് പേരിട്ട ഞങ്ങളുടെ ഉണ്ണിയണ്ണനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മജു മോഹനെയും ബിബു ഫ്രാൻസിസിനെയും ഓർത്തുകൊണ്ടും ഞങ്ങൾ വീണ്ടും ഈ അരങ്ങിലേക്ക് വന്നു നിൽക്കുന്നു. കാഞ്ഞിരകോടിൻ്റെ പ്രൗഢ സദസ്സിന് മുമ്പിൽ ഞങ്ങൾ സവിനയം ആരംഭിക്കട്ടെ. താക്കോൽ. ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ രമേശ് സാർ അറിയുന്നതിന് ഇതെൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ്. എൻ്റെ പേര് ആൻ്റണി, വയസ്സ് 36. ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങി. അത് പൊളിഞ്ഞുപോയി. പിന്നെ കരകയറാൻ പല ബിസിനസ്സുകൾ ചെയ്തു. ഒന്നും രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ കടം 42 ലക്ഷം രൂപയായി. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എൻ്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ചാലും ഈ കടം വീട്ടാൻ എനിക്ക് കഴിയില്ല. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരാൾക്ക് ജീവിക്കാൻ എന്ത് അർഹതയാണുള്ളത് സർ? അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഞാൻ മരണം തിരഞ്ഞെടുക്കുന്നു. ഞങ്ങളുടെ മരണത്തിന് മറ്റാർക്കും ഉത്തരവാദിത്തമില്ല. എല്ലാം എൻ്റെ മാത്രം തെറ്റ്, എൻ്റെ മാത്രം. ഏത് കള്ളനാടാ വന്നു കയറുന്നത്? അല്ലെങ്കിൽ തന്നെ കടൻ കയറി മുടിഞ്ഞ നിന്റെ വീട്ടിൽ നിന്ന് എന്ത് തേങ്ങയാടാ ഒരു കള്ളന് മോട്ടിക്കാനിരിക്കുന്നത്? എന്റെ ഈ ഗെറ്റപ്പൊക്കെ കണ്ടിട്ടും ഒരു കള്ളന്റെ ലുക്കാണോടാ നിനക്ക് തോന്നിയത്? കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? എന്റെ പേരാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പീറ്റർ. യഥാർത്ഥത്തിൽ എന്റെ പേര് ഷിമയോൻ എന്നാണ്.
2000 വർഷങ്ങൾക്ക് മുൻപ് കടലിൽ മീനും പിടിച്ച് തീരത്തേക്ക് വന്ന എന്നോട് അവൻ പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. എന്നിട്ട് അവൻ എന്റെ പേര് പാറയെന്ന് മാറ്റി. അയ്യോ, മനസ്സിലായോ? അങ്ങനെയൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അരമായ ഭാഷയിൽ അവനെനിക്കിട്ട പേര് കേപ്പ എന്നായിരുന്നു. ഗ്രീക്ക് ഭാഷയിലായപ്പോൾ അത് പേത്രോസ്, ലത്തീൻ ഭാഷയിൽ അത് പേത്രൂസ്, സ്പാനിഷ് ഭാഷയിൽ അത് പേദ്രോ, ഇറ്റലിക്കാർക്ക് പിയേത്രോ, ഫ്രഞ്ചുകാർക്ക് പിയേരെ, ഇംഗ്ലീഷുകാർക്ക് പീറ്റർ, അറബികൾക്ക് ബൂത്രൂസ്, തമിഴന്മാർക്ക് രായപ്പൻ, നിങ്ങൾ മലയാളികൾക്ക് ഞാൻ പത്രോസ്. അങ്ങനെ ഓരോ നാട്ടിലും എനിക്ക് ഓരോരോ പേരുകൾ. അങ്ങനെയാണ് എന്റെ മുറിയിൽ വന്നത്. എടച്ചെക്ക, നീ മുറിയിലിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന നിന്റെ ഈ ആത്മഹത്യാ കുറിപ്പ് ഞാനൊന്ന് വായിച്ചു നോക്കുകയായിരുന്നു. എന്തു നല്ല ഭാഷയാണ് നിനക്ക്. നീ എന്താ കഥയോ നോവലോ വല്ലോ എഴുതുന്ന ആളാണോ? എന്റെ ജീവിതത്തിന് തന്നെ ഒരു കഥയില്ല, പിന്നെ ഞാൻ എന്ത് കഥ എഴുതാനാ? അത് കറക്റ്റ്. എന്നാലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നീ കുത്തിക്കുറിക്കുന്നത് ഞാൻ വായിച്ചു നോക്കാറുണ്ട്. അത് പിന്നെ എടച്ചെക്ക, ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാത്ത നീ ഫേസ്ബുക്കിൽ ഇടവക പള്ളിയെ വിമർശിച്ചുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ട് എന്റെ കണ്ണ് തെള്ളിപ്പോയി. സത്യമായും ഇമ്മാതിരി ധൈര്യം ചാൾസ് ശോഭരാജി പോലും ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് സജീവമാവണ്ടേ? എടച്ചെക്ക, ആരെങ്കിലും ഒക്കെ വിമർശിക്കുന്നത് നല്ലതാണ്, അതവരുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും. പക്ഷേ ആരെങ്കിലും നിശിതമായി വിമർശിക്കുന്നതിന് മുൻപ് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, അവനെ വിമർശിക്കാൻ എനിക്കെന്ത് യോഗ്യതയുണ്ട് എന്ന്. അത് പോട്ടിട. നീ നിന്റെ ഈ കത്ത്, ഈ ആത്മഹത്യാ കുറിപ്പ് രമേശ് സാറിന് സംബോധന ചെയ്ത് എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? അത് പിന്നെ രമേശ് സാറ് ഞങ്ങളുടെ സ്റ്റേഷനിലെ സിഐയാണ്. നിന്റെ മരണശേഷം സംശയത്തിന്റെ പേരിൽ ആരെയും കസ്റ്റഡിയിൽ എടുക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. ഇടം എടുക്കാം. എന്നാലും നിന്റെ മരണശേഷം അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറി ആരും ഇടികൊള്ളരുത് എന്ന നിന്റെ കരുതൽ എനിക്കിഷ്ടായി. എന്നാലും 36-ാമത്തെ വയസ്സിൽ ആന്റണി മരിക്കാൻ തീരുമാനിക്കും. അതിനെന്താ കുഴപ്പം? 36-ാമത്തെ വയസ്സിൽ മരിച്ചൂടെ? എടാ, അതിൽ കുഴപ്പമൊന്നുമില്ലടാ. എന്നാലും 36-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു ആന്റണി എനിക്കറിയാം. ആന്റണിയോ പാതുവായിലെ വിശുദ്ധ അന്തോനീസ്. അയ്യോ, അന്തോണീസ് പുണ്യാളനോ? അത് ഞങ്ങളുടെ പള്ളിയിലെ വിശുദ്ധനല്ലയോ അന്തോണിയാര്? അന്തോണിയാരെ ഞങ്ങൾക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അതെനിക്കറിയാം. അന്തോണിയാരെന്നും വിളിച്ചു പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണത്തിന് വഴിയൊക്കെ ഒരുക്കി രൂപം അലങ്കരിച്ച് വെക്കുന്നതല്ലാതെ ആ വിശുദ്ധനെ കുറിച്ച് എന്ത് പിന്നാക്ക് നിനക്കറിയാടാ? ആ വിശുദ്ധൻ നിന്റെ ഉള്ളിലൊന്ന് കയറിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ആ അന്തോണിയാര് മരിച്ച അതേ പ്രായത്തിൽ ഇവിടെ ഇരുന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതുന്നു ഈ അന്തോണിയാര്. കളഞ്ഞേറി മുടിഞ്ഞപ്പോ മറ്റു വഴിയൊന്നും കണ്ടില്ല. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നിനക്ക് തംസപ്പടിക്കുന്ന കൂട്ടുകാരും വന്നില്ലേ? ജീവിത ദുരന്തങ്ങളിൽ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണ്. ചെക്ക, നിന്റെ ഫിലോസഫി കൊള്ളാലോ. അതുകൊണ്ടായിരിക്കും ഈ ആത്മഹത്യാ കുറിപ്പിൽ നീ എഴുതി വച്ചിരിക്കുന്നത്, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരുവന്
ജീവിക്കാൻ എന്ത് അർഹതയാണുള്ളത് സാർ? ആന്റണി, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ജീവിക്കാൻ ഒരർഹതയുമില്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഒന്നും ശരിയാവുന്നില്ല, ഇനിയൊട്ടൊന്നും ശരിയാവുകയില്ല. എടച്ചേക്ക, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ പോയാൽ ഒരാളുടെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ കഥ കേട്ടിട്ട് നീ തീരുമാനിക്ക്, നിനക്ക് ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന്. ആരുടെ കഥ? വേറെ ആരുടെയും കഥയല്ലടാ, മുരിങ്ങക്കാപ്പറമ്പിൽ വർക്കിമകൻ ലോറൻസിന്റെ കഥ. അപ്പോ ഒരു കഥ സൊല്ലട്ടുമാ? ഈ പെരുന്നാളിന് വരില്ല, അടുത്ത പെരുന്നാളിന് തീർച്ചയായും വരും. അമ്മേ, എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുക ചേട്ടൻ ദുബായിലെ ജയിലിലാണെന്ന്. ജയിലിലോ? ഏയ് അല്ല, ചേട്ടൻ ഒരുപാട് ജോലിക്കാരിക്കാം. ചേട്ടനെ കാണാൻ കൊതിയാകുന്ന അമ്മയാണ്. ചേട്ടൻ വരും, മോനെ കാണാൻ തീർച്ചയായും ചേട്ടൻ വരും. മോൻ പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കും, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. ഭർത്താവേ, ഒരു തെറ്റ് ചെയ്യാത്ത എന്റെ കുഞ്ഞ് അവിടെ ജയിലില്ല. അവൻ എന്തൊക്കെ കഴിച്ചു? അച്ഛായ, വിധി എന്തായി? ആരുടെ വിധി? ആ ജഡ്ജിയുടെ? അതോ അപ്പോ കേസ് നമ്മൾ തോറ്റോ? തോറ്റു? പോയി, എല്ലാം പോയി. ഉള്ളതൊക്കെ പണയപ്പെടുത്തി കേസ് നടത്തിയിട്ടും വിദേശത്ത് ജയിലിൽ കിടക്കുന്നുണ്ട്. ഒന്നുപോലെ രക്ഷിക്കാനായില്ല. ഇപ്പോ ദാ ഈ വീടും പറമ്പും ഒക്കെ ജപ്തിയാണ്. 15-ാം തീയതി ഇവിടുന്ന് ഇറങ്ങണം. ഭർത്താവേ, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഉള്ളതെല്ലാം കടപ്പെടുത്തി കേസ് നടത്തിയിട്ടും ദൈവവിധാനമില്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതുവരെ? എന്നിട്ടും ദൈവത്തെ ഇനി ഒന്നും വേണ്ട. പള്ളിയും പട്ടക്കാരും ഒന്നും നേരായ വഴി ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ല. ആരൊക്കൊന്നിട്ടാണെങ്കിലും നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വീണ്ടെടുക്കും. മിണ്ടരുത്. കർത്താവ്? ആരുടെ കർത്താവ്? എന്റെയും നിന്റെയും കുടുംബക്കാരൊക്കെ നമ്മളെ കൈയൊഴിഞ്ഞപ്പോ
എവിടെയായിരുന്നു ഈ കർത്താവ്? ഓരോ കോടതി മുറികളിലും തോറ്റിന്റെ പേരായി ഞാൻ നിന്നപ്പോ എവിടെയായിരുന്നു ഈ കർത്താവ്? പണമുള്ളവനെ വിലയുള്ളൂ. ഇനി പണമാണ് എന്റെ ദൈവം. അതെ, അതാണ് ബുദ്ധി. നിന്റെ മനസ്സെനിക്ക് തരൂ. എന്റെ ബുദ്ധി ഞാൻ നിനക്ക് തരാം. ഈ ലോകം മുഴുവൻ നിന്റെ കാഴ്ചവെട്ടിലാക്കാം. വരൂ, 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 വരൂ. ജോബോ? അതെ, ഈ ബൈബിളിലെ ജോബ്. അവന്റെ ഓർമ്മ തന്നെ അലോസരപ്പെടുത്തുന്നു. പരീക്ഷണങ്ങളിൽ കുലുങ്ങാത്ത പർവ്വതം പോലെ അവൻ. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ തവണ വച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്നു സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു. ഈ മനുഷ്യർ വിചിത്ര ജീവികളാണ്. ദൈവത്തിന് പറ്റിയ അബദ്ധം. സ്നേഹത്തിന്റെ കീഴ്ശൃംഗങ്ങളിലേറാനും വിദ്വേഷത്തിന്റെ പടുകുഴിയിൽ വീഴാനും അവൻ ഒരു നിമിഷം മതി. അല്ല, വാസ്തവത്തിൽ അവനുള്ളത് കൊണ്ടാണല്ലോ ഞാനുള്ളത്. അല്ലെങ്കിൽ ചൊറിയും കുത്തി ഞാനൊരിടത്തിരുന്നു പോയി. സാത്താനേ, ദൈവം നീ എവിടെ നിന്ന് വരുന്നു? അതൊരു ചോദ്യമാ ദൈവമേ. ഈ ഭൂമിയല്ലാതെ എനിക്ക് വിവരിക്കാൻ പറ്റിയ മറ്റൊരിടമുണ്ടോ? കലാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ എറിഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തി നീ രസിക്കുകയാണല്ലേ? അവൻ സ്വസ്ഥനായാൽ പിന്നെ നിന്നെ ഓർക്കുമോ ദൈവമേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഏത് കഷ്ടപ്പാടിലും എന്നെ മറക്കാത്ത മനുഷ്യരുണ്ട് എന്നോർക്കണം സാത്താനെ. അങ്ങനത്തെ മനുഷ്യരോ ഈ ഭൂമിയിലോ? അസാധ്യം. എന്റെ ദാസനായ ജോബിനെ നീ കണ്ടില്ലേ? എന്നിലുള്ള അവന്റെ ഭക്തി പാറ പോലെ ഉറപ്പുള്ളതാണ്. തിന്മയെ അവൻ ദൂരെ നിർത്തും. ആ
എന്തുകൊണ്ടാണെന്നറിയാമോ? നീ അവനും അവന്റെ ഭവനത്തിനും അവന്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകുകയല്ലേ? അവന്റെ സമ്പത്തിനൊന്ന് കൈവച്ച് നോക്ക്, അവൻ നിന്നെ ദുഷിക്കുന്നത് കാണാം. എന്നാൽ ശരി, അവനുള്ള സകലത്തിന്റെയും മേലും നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. നിന്നെ സ്തുതിച്ച നാവ് കൊണ്ട് തന്നെ അവൻ നിന്നെ തള്ളിപ്പറയുന്നത് താമസിയാതെ കാണാം. കാത്തിരിക്കുക. മുരുകിക്കാപ്പറമ്പിൽ വർക്കിമകൻ ലോറൻസിന്റെ സ്ഥാവര ജംഗമ വസ്തുവകകൾ കോടതി ഉത്തരവിൻ പ്രകാരം കണ്ടുകിട്ടും. ആത്മഹത്യാമുനം വെത്തുമ്പോൾ ഓർക്കുക, ഇതു നിങ്ങൾ തന്നന്ത്യസായന്തനം. ആത്മഹത്യാമുനം വെത്തുമ്പോൾ ഓർക്കുക, ഇതു നിങ്ങൾ തൻ അന്ത്യസായന്തനം. ഇനി നിങ്ങൾക്കില്ല പകലുകൾ രാത്രികൾ, ഇനി നിങ്ങൾക്കില്ല പുഴകളും പൂക്കളും, ഇനി നിങ്ങൾക്കില്ല വീട്ടുകാർ കൂട്ടുകാർ, ഇനി നിങ്ങൾക്കില്ല നാടും നഗരവും, ഇനി നിങ്ങൾക്കില്ല പകലുകൾ രാത്രികൾ, ഇനി നിങ്ങൾക്കില്ല പുഴകളും പൂക്കളും, ഇനി നിങ്ങൾക്കില്ല വീട്ടുകാർ കൂട്ടുകാർ, ഇനി നിങ്ങൾക്കില്ല നാടും നഗരവും, ഇനി നിങ്ങൾക്കില്ല നാടും നഗരവും, ഇനി നിങ്ങൾക്കില്ല നാടും നഗരവും. ആത്മഹത്യാമുനം വെത്തുമ്പോൾ ഓർക്കുക, ഇതു നിങ്ങൾ തൻ അന്ത്യസായന്തനം. ഇതു നിങ്ങൾ തൻ അന്ത്യസായന്തനം. ഇതാ ജോബിന്റെ ജീവിതം ഇനി ഇവിടെ കീഴ്മേൽ മറിയുകയാണ്.
ഓ, ഈ വിവരം പറയാൻ ഞാൻ ഊരിന്റെ തെക്കൻ മലഞ്ചെരുവിലൂടെ വരുമ്പോൾ നമ്മുടെ ആടുകളെയും മേയിച്ച് ദാസന്മാരവിടെ നിൽക്കുണ്ടായിരുന്നു. ആകാശത്തു നിന്നും ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അവരെല്ലാം ഈ വിവരം പറയാൻ ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ. ദൈവമേ, എന്തിനെ മാത്രം ബാക്കി വെച്ചു? എന്നെ മാത്രം ബാക്കി വെച്ചു? എന്റെ ദൈവമേ, എന്റെ വിശ്വസ്തനായ പുത്ര, എന്തിനെ മാത്രം ബാക്കി വെച്ചു? ഓ, യജമാനനേ, യജമാനനേ, കണ്ടായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെയെല്ലാം കൊന്നിട്ട് നമ്മുടെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. ഇത് പറയാൻ ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇത് പറയാൻ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. യജമാനനേ, യജമാനനേ, അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയുടെ അതിർത്തികൾ വീശിയ കൊടുങ്കാറ്റ് ഭവനത്തിന്റെ 4 അതിരുകളില് ആഞ്ഞടിച്ചു. യജമാനനെ അത് തകർന്നു വീണ് അവരെല്ലാവരും മരിച്ചു. യജമാനനെ, അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു. നഗ്നനായി ഞാൻ തിരിച്ചു പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. എങ്കിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സാത്താനെ, ജോബിന്റെ അചഞ്ചലമായ ഭക്തിക്ക് മുന്നിൽ നീ അടിയറവ് പറഞ്ഞുവോ? ഇല്ല, ഇല്ല. ഇവനെ ഞാൻ തകർക്കും. ഇവന്റെ വിശ്വാസത്തിന്റെ പുറന്തോട് ഞാൻ തകർക്കും. ഒരു മനുഷ്യന് പ്രിയപ്പെട്ടതെല്ലാം ജോബിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മക്കളും സമ്പത്തും ഭൃത്യന്മാരുമെല്ലാം. ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണത്. ചർമ്മത്തിനു പകരം ചർമ്മം,
ഒരു മനുഷ്യൻ തന്റെ ജീവന് പകരമായി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവച്ചാൽ എന്നെ അനുവദിക്കൂ, എങ്കിൽ ഇവൻ നിന്നെ ദുഷിക്കും തീർച്ച. ആകട്ടെ, ഇതാ ഇവരെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു. എന്നാൽ ഇവന്റെ ജീവനിൽ മാത്രം കൈവെക്കരുത്. ആദ്യമിവന്റെ ഭാര്യ, പിന്നെ ഇവൻ ജോബ് നിന്നെ ദുഷിക്കുന്ന സമയം ആഗതമായി. ദൈവമേ, എന്റെ പരീക്ഷണത്തിന്റെ അഗ്നിയിൽ ഇവൻ ഉരുകി തെളിയുക തന്നെ ചെയ്യും. സത്താനെ, കാണാം, നമുക്ക് കാണാം. ജോബിന്റെ ദൈവം എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇനി ഇവനെ ഞാൻ തകർക്കും. ഇവനെ സ്നേഹിക്കുന്ന ഇവന്റെ ഭാര്യയുടെ വാക്കുകളിലൂടെ തന്നെ ഇവൻ തകരും. ഓഷത്വം പറയുന്നു. മനസ്സിലാവൂല. ഞാൻ പെറ്റ മക്കളാണ് നിമിഷം കൊണ്ടില്ലാതായത്. ഞാൻ പെറ്റ മക്കളാണ് മരിച്ചൊടുങ്ങിപ്പോയത്. ഞാൻ പെറ്റ മക്കളാണ് മരിച്ചൊടുങ്ങിപ്പോയത്. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചല്ലോ, നന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? കർത്താവ് തന്നതല്ല, കർത്താവ് തിരിച്ചെടുത്താൽ അവന്റെ നാമം നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതല്ലേ? നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതല്ലേ? നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതല്ലേ? അതെ, നല്ലൊരു കോമഡിയാ. നമ്മുടെ കുണ്ടയിലെ പൂട്ടിക്കിടക്കുന്ന ബാക്കിയെ അതിനെ പറ്റി ഒരു ബ്ലോഗ് ചെയ്തിരിക്കുന്നു. അത് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ചിരിക്കുക.
അല്ല ആരാ ചെയ്തത്? ആരെ? നമ്മുടെ അണ്ണൻ. അണ്ണനാ? ഈ പ്രായത്തിലാ? ഈ ലോകക്കാല കൊച്ചു പിള്ളേരും ചെയ്താലല്ലേ നാട്ടുകാർ കാണുമോ? അത് കൊള്ളാം. 7 പേരായി ഈ സാധനം കണ്ടിരിക്കുന്നത്. 8ാമത് കണ്ടത് ഈ ഞാൻ. നിങ്ങളെപ്പോലെ ജോലിയും വേലയും ഒന്നുമില്ലാതെ വെറുതെ പേരാപ്പാരാ നടക്കുകയല്ല ഞാൻ. ഈ സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ളൊരു പൗരനാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും അണ്ണൻ ഉത്തരവാദിത്തം. 7 പേര് കണ്ടത്. 8ാമത് ഈ പൊട്ടനും. അല്ല, ഇത് നമ്മുടെ ലോറൻസ് അല്ലേ? അതെ അതെ, നമ്മുടെ ലോറൻസ്. പക്ഷേ നാട്ടിൽ ഇവനൊരു 10 വില പോലും ഇല്ല. അണ്ണൻ ഇയാളെ കുറിച്ചൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെയ്യാമല്ലോ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റ്. പക്ഷേ ആ, വൈകുന്നേരം ഒരു പൈന്റ് അതിൻ്റെ ഒരു ഫുള്ള് തന്നെ തരാം. പക്ഷേ നിങ്ങൾ അപരിചിതരെ പോലെ നിന്ന് എന്റെ കൂടെ അഭിനയിക്കണം. അതിന് പണ്ടേ നമ്മൾ അഭിനയിച്ചതല്ലേ? എന്നാ ഓക്കെ. കുട്ടിത്തിരിപ്പ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അരിക്കുട്ടൻ, നിങ്ങളുടെ സ്വന്തം അരിക്കുട്ടൻ, കുന്നേൽ അരിക്കുട്ടൻ. നവമാധ്യമ രംഗത്ത് ഈ നാടിലെ ഗർജിക്കുന്ന സിംഹം. പുതിയൊരു ബ്ലോഗുമായി ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമ്മുടെ നാടിനാകെ അപമാനമായി മാറിയ മുരിങ്ങയ്ക്കപ്പുറത്ത് ലോറൻസിനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ വൈറലായതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 27 ലക്ഷം വ്യൂസ്, 1000 ലൈക്ക്, 1 ലക്ഷം ഷെയർ. എന്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ മുരിങ്ങയ്ക്ക് പറമ്പിൽ ലോറൻസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരമായ അന്വേഷണത്തിലായിരുന്നു. ഞാനിപ്പോൾ ലോറൻസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാ ഈ വഴിയരികിൽ വീടും സർവ്വതും നഷ്ടപ്പെട്ട ലോറൻസ് ഈ വഴിയരികിൽ ഇതാ ഒരു തടിച്ച പുസ്തകവുമായി വായനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലോറൻസിനോട് ചോദിക്കാം, മിസ്റ്റർ ലോറൻസ്, ഈ വഴിയരികിൽ കുളിർക്കാറ്റിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറയൂ ലോറൻസ്, എന്ത് തോന്നുന്നു? ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. സാരമില്ല, നമുക്ക് ഈ നാട്ടുകാരോട് ചോദിക്കാം. അവരാകുമ്പോൾ സത്യസന്ധമായി മാത്രമേ മറുപടി പറയൂ. സത്യസന്ധമായി. പ്രിയ നാട്ടുകാരാ, എന്താണ് പേര്? എന്റെ പേര് മേരി ജോൺ. മേരി ജോൺ എന്ത് ചെയ്യുന്നു? കണ്ണിമാങ്ങ ബിസിനസ് ആണ്. കണ്ണിമാങ്ങ ബിസിനസ് ചെയ്യുന്ന മേരി ജോൺ, നിങ്ങൾക്ക് ലോറൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ പ്രേക്ഷകർക്കായി പറയൂ. അവൻ എന്നാ ജാടയായിരുന്നു, വലിയൊരു സത്യക്രിസ്ത്യാനി. പക്ഷെ ഇന്നലെ വൈകിട്ട് ഷെയർ അടിക്കാൻ ഒരു 100 രൂപ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയുക, കുടുംബ പ്രാർത്ഥനയിൽ പോയി പങ്കെടുക്കാൻ, കുഞ്ഞുങ്ങൾ വന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ. പൈശാചികം. ഷെയർ ഇട്ടടിക്കാൻ ഒരു 100 രൂപ പോലും കൊടുക്കാത്ത ലോറൻസ്. പൈശാചികം. നമുക്ക് മറ്റൊരു നാട്ടുകാരനോട് ചോദിക്കാം. മാന്യദേഹമേ, എന്താണ് പേര്? ജോസ് പാപ്പച്ചൻ. എന്ത് ചെയ്യുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നേ. എന്ത് ചെയ്യുന്ന ജോസ് പാപ്പച്ചൻ, ഈ മുരിങ്ങയ്ക്കപ്പുറമ്പിൽ ലോറൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വലിയൊരു കുടുംബ സ്നേഹി എന്ന ഭാവം. കുടുംബത്തെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇപ്പൊ എന്നായി? മൂത്തമോൻ അങ്ങ് വിദേശത്ത് ജയിലിലായില്ലേ? വളർത്തുദോഷം. മക്കളെ നേരെ ചൊവ്വെ വളർത്താത്തൊരു ദോഷമാ ഇപ്പൊ കാണുന്നത്. അനുഭവിക്കേണ്ടത് നന്നായിട്ട് അനുഭവിക്കട്ടെ. ഞങ്ങളൊക്കെ അത് കണ്ടൊന്ന് ചിരിക്കട്ടെ. എങ്കിലും ഈ ജാട കാണിക്കുന്നവന്റെ ദുരന്തം കാണുമ്പോ
മനസ്സിന് എന്തോ ഒരു സന്തോഷം. നല്ലവരായ നാട്ടുകാരോട് ചോദിച്ചതിൽ മുരിങ്ങയ്ക്കപ്പറമ്പിൽ ലോറൻസ് അത്യന്തം നിന്ദ്യനും നീചനും നിഷ്ഠൂരനുമായ ഒരു മനുഷ്യനാണെന്ന് അറിവായിട്ടുള്ള വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സുഹൃത്തുക്കളെ, പങ്കുവെക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കണേ. കുത്തിത്തിരിപ്പിന്റെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഇങ്ങനെ പരിഹസിക്കപ്പെടാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഇതൊക്കെ അനുഭവിക്കാൻ തക്കവണ്ണം ഞാൻ ചെയ്ത കുറ്റമെന്താണ്, ഞാൻ ചെയ്ത പാപമെന്താണ് അതെനിക്കറിയണം. അറിഞ്ഞേ തീരൂ, അറിഞ്ഞേ തീരൂ. ദൈവമേ, ഞാനിതാ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇവനെ നിരാശയുടെ ആഴങ്ങളിലേക്ക് എത്തിക്കാൻ ഇവന്റെ കൂട്ടുകാർ തന്നെ വരട്ടെ. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ജനിച്ച ഉടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? ജനിച്ച ഉടനെ അമ്മയുടെ ഉദരമടച്ച് അതിന്റെ ജനനത്തെ തടഞ്ഞില്ല. എന്തിനെന്നെ എന്റെ അമ്മ മടിയിലിരുത്തി ഓമനിച്ചു? എന്തിനെന്നെ പാലൂട്ടി വളർത്തി? നീ ശാന്തനാകും. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്. കാലടറിയൊക്കെ നിന്റെ വാക്കുകൾ കൊണ്ട് നീ താങ്ങി നിർത്തിയിട്ടുണ്ട്. പക്ഷേ നിനക്കിത് സംഭവിച്ചപ്പോ നിന്നെ ക്ഷമ കിട്ടുപോയോ? നിഷ്കളങ്കരായ മനുഷ്യർ എന്തെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? തിന്മ വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവത്തിനു മുന്നിൽ പരിപൂർണ്ണ നിഷ്കളങ്കനായിരിക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ? തന്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറവുകൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിത്തലുകൾ പോലെ ചതച്ചരയ്ക്കപ്പെടുന്ന മനുഷ്യനെ എന്തെല്ലാം കുറവുകൾ കാണും? ഉപദേശിച്ചു കൊള്ളുക, ഞാൻ കേൾക്കാം. പക്ഷേ എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയവേദനകളിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവിഷമങ്ങളിൽ ഞാൻ സങ്കടം പറയും. എന്റെ മക്കൾ ദൈവത്തിനെതിരായി പാപം ചെയ്തിരിക്കാം. അതിന് തക്ക ശിക്ഷയായിരിക്കാം ഇപ്പോൾ നിനക്ക് ലഭിക്കുന്നത്.
നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സർവശക്തനോട് കേടപേക്ഷിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ദൈവം നിനക്ക് നീതി നടത്തിത്തരും. നീ നിർമ്മലനും നീതിമാനുമാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. കൊടുങ്കാറ്റായി അവിടെ തന്നെ തകർക്കുന്നു. അകാരണമായി എന്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു. ശ്വസിക്കാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. തിക്താനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. എന്തിന് 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 നീ നിർമ്മലനാണെന്ന് നീ പറയുന്നു. പക്ഷേ അത് നീയാണോ തീരുമാനിക്കുക? നിസ്സാരരായ മനുഷ്യരെ അവിടുന്ന് കാണുന്നു. എങ്കിലും അകൃത്യങ്ങൾ കാണുമ്പോൾ അവ കണക്കിലെടുക്കാതിരിക്കുമോ? നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് നീ കരുതുക. നിങ്ങൾ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു. നിങ്ങളുടെ വാക്കുകളിൽ സ്നേഹമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പരിഹാസപാത്രമാണ്. നിങ്ങളുടെ വാക്കുകളിൽ തേൻ പുരട്ടിയ വിഷം മാത്രം. നിങ്ങളുടെ സഹതാപം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക. ജോബിന്റെ ചിന്തകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹിതരും ജോബുമായുള്ള സംവാദം എനിക്ക് മനസ്സിലാകുന്നില്ല. കടവും 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 കടം കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടി. പലചരക്കടയിൽ, പച്ചക്കറിക്കടയിൽ, സ്കൂൾ ബസ്സിൽ, അയൽക്കാർക്ക്. ദൈവമേ, ഇതൊരു പരീക്ഷണമാണ്. അപ്പാ, ഫീസില്ലാതെ സ്കൂളിൽ വരണ്ടെന്ന് സാറ് പറഞ്ഞു. എന്താ അപ്പാ ഇങ്ങനെ? എനിക്കിവിടെ നല്ലൊരു ഉടുപ്പ് പോലുമില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലാകുന്ന ഒന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദുരിതങ്ങളും അവസാനിക്കാൻ ഒരു എളുപ്പ വഴി. വിഷം എല്ലാ ദുരിതങ്ങളിൽ നിന്നും കടലുകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ ഒരു നല്ല വഴി. എനിക്കുറപ്പുണ്ട് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ സമ്മതമില്ലാതെ എന്നെ ജനിപ്പിച്ച എന്റെ തമ്പുരാൻ എന്റെ ഇരു കരങ്ങളിലും എന്നെ താങ്ങിക്കൊണ്ടു. പ്രത്യാശ, നശിച്ച ഒരു പ്രത്യാശ. ഇവൻ മനുഷ്യൻ തന്നെയോ? കഠിനമായ വേദനകൾക്കിടയിലും ഇവൻ പതറുന്നില്ലല്ലോ. ദൈവത്തെ തള്ളിപ്പറയൂട്ടോ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം. ഇല്ല, ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല. ഞാൻ എന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കും. എന്റെ ശിരസിന് മുകളിൽ അവന്റെ ദീപം തെളിയിച്ച് അന്ധകാരത്തിലൂടെ വഴി നടത്തിയത് ഞാൻ
എന്റെ കൂടാരത്തിന് മുകളിൽ അവന്റെ സൗഹൃദമുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. എങ്കിലും ദൈവമേ, ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് നീതിമാന്മാരായ മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത്? എന്തിനാണ് ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യൻ സഹിക്കുന്നത്? എന്റെ ദൈവമേ, ഞാനും എന്റെ കുടുംബവും ചെയ്ത തെറ്റെന്താണ്? നിഷ്കളങ്കരായി എന്റെ മക്കൾ എന്ത് പാപമാണ് ചെയ്തത്? നീതിമാനായ മനുഷ്യൻ എന്തിനാണ് സഹിക്കുന്നത്? നിന്റെ ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുൻപ് നിന്നോട് ഞാൻ ചോദിക്കാം. ഞാൻ ഭൂമിക്കടിസ്ഥാനമിടുമ്പോൾ നീ എവിടെയായിരുന്നെന്ന് നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? അല്ലെങ്കിൽ അതിന്റെ അളവ് നൂൽ പിടിച്ചതാരാണ്? നിന്റെ ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? സമുദ്രത്തിന്റെ ഉറവകളോളം നീ ചെന്നിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. തട്ടിയെടുക്കുകയാണോ? ജോ, പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏതാണ്? അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെയാണ്? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാരാണ്? നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാനാകുമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കറിയാവുന്നത് എന്തെല്ലാമെന്ന് നിനക്കറിയാമോ? നിനക്കറിയാത്തത് എന്തെല്ലാമെന്ന് നിനക്കറിയാമോ? നിനക്ക് നിന്നെ അറിയാമോ? പറയൂ ജോ, നിനക്ക് നിന്നെ അറിയാമോ? ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ നിസ്സാരനാണ്. ഞാൻ വാമുത്തുന്നു. ഞാനും എന്തുത്തരം പറയാനാണ്? ഞാനും നിസ്സാരനാണ്. ഞാൻ വാമുത്തുന്നു. എന്റെ പദ്ധതികൾ നിനക്ക് അജ്ഞാതമാണ്. എന്റെ മാർഗങ്ങൾ നിനക്ക് ഗ്രഹിക്കാനാവില്ല. എന്റെ കണക്കുകൂട്ടലുകൾ നിനക്ക് തിരിച്ചറിയാനാവില്ല. എന്റെ വിധിയിലെ ശരിയും തെറ്റും നിർണയിക്കാൻ നിനക്ക് കഴിയില്ല. ദൈവമേ, എന്നോട് ക്ഷമിക്കുക. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങേ കൂടാതെ ഒരു കാര്യവും നടക്കില്ലെന്നും ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, എന്നോടും ക്ഷമിക്കുക. എന്റെ ഇന്നലെയും ഇന്നും നാളെയും നിനക്ക് മാത്രം അറിവുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയും. അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഞാൻ നീതി നടത്തുന്ന വഴികൾ നിനക്കജ്ഞാതമത്രേ. അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു.
അവിടുന്ന് അതിരട്ടിയായി കൊടുത്തു. അതിനുശേഷം ജോബ് മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. ആ വഴിത്താരയിൽ മന്ദരി പോലെ നീ അർത്ഥം തിരഞ്ഞ് വലഞ്ഞിടേണ്ട. ആ വഴിത്താരയിൽ മന്ദരി പോലെ നീ അർത്ഥം തിരഞ്ഞ് വലഞ്ഞിടേണ്ട. എത്ര സഹിച്ചെന്നു നീ കരുതിയാലും അസഹനങ്ങൾ നിസാരമത്രേ. എത്ര സഹിച്ചെന്നു നീ കരുതിയാലും അസഹനങ്ങൾ നിസാരമത്രേ. അസഹനങ്ങൾ നിസാരമത്രേ. ആയതു മാത്രമറിയുക പോവുക. ആയതു മാത്രമറിയുക പോവുക. തുച്ഛനാമീ നരനെന്തറിയാം. തുച്ഛനാമീ നരനെന്തറിയാം. തുച്ഛനാമീ നരനെന്തറിയാം. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും ബൈബിളിന്റെ താളിലെ ജോബിന്റെ കഥ വായിച്ച് ജീവിതം തിരിച്ചു പിടിച്ച ലോറൻസിനെ നിനക്ക് ഇഷ്ടായോ? ലോറൻസിന്റെ ജീവിതം എന്തായി? ജീവിതത്തിന്റെ ദുരന്തങ്ങളുടെ നടുവിൽ അവൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വിദേശത്ത് നിന്ന് പറന്നിറങ്ങുന്ന മകനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ഇന്ന് നിൽക്കാൻ ലോറൻസിന് കഴിയുമായിരുന്നോ? അപ്പോ ലോറൻസിന് നീതി കിട്ടിയല്ലേ? ജോബിന് മാത്രമല്ലടാ, ലോറൻസിനും എല്ലാം തിരിച്ചു കിട്ടി. പക്ഷേ നിന്റെ കടം അത് വളരെ വലുതാണ്. മോനെ അന്തോനി, ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവന്റെ കടങ്ങൾക്കും അവന്റെ പരാജയങ്ങൾക്കും അപ്പുറമാണ് ഈശ്വരൻ അവന് കൊടുക്കുന്ന ജീവൻ, അതിന്റെ മൂല്യം. നീ നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളും ഇന്നുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ നാളുകൾ കൂടി കാണാൻ കഴിയുന്ന ഒരു ഈശ്വരനുണ്ടെന്ന ബോധ്യമാണ് നിനക്ക് വേണ്ടത്. ആ ഈശ്വരൻ തരുന്ന പ്രതീക്ഷയാണ് നിനക്ക് വേണ്ടത്. പ്രതീക്ഷ അതുമാത്രമാണ് എനിക്കില്ലാത്തത്. എങ്ങനെ ഉണ്ടാകും? ജീവിതത്തിൽ ഇന്ന് വരെ തുറന്നു നോക്കാതെ വീടിന്റെ ഷെൽഫിനകത്ത് നീ ഒരു വേദഗ്രന്ഥം വെച്ചിട്ടുണ്ടല്ലോ, ബൈബിൾ. എടാ മണ്ടൻ ചെക്ക, ഈ മുറിക്കകത്തിരുന്ന് നീ ആത്മഹത്യാ കുറിപ്പ് എഴുതുന്ന സമയത്തേക്കെങ്കിലും ആ ബൈബിൾ തുറന്നൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ആ വചനങ്ങൾ നിനക്ക് പ്രതീക്ഷ തന്നേനെ. എന്റെ മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. എടാ മോനെ, എന്റെ കയ്യിലെ ഈ താക്കോല് കണ്ടോ? ഇത് ഈശ്വരൻ എനിക്ക് തന്ന താക്കോല. സ്വന്തം ഗുരുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്റെ മുന്നിൽ അടഞ്ഞുപോയി എന്ന് ഞാൻ കരുതിയ വാതിലിനെ അവൻ തന്ന ഈ താക്കോലിട്ട് തുറന്നപ്പോഴാ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഈ മണ്ണില് ഓരോ മനുഷ്യന്റെ ജീവിത ദുരന്തങ്ങൾക്ക് നടുവിലും അവൻ വാതിൽ അടഞ്ഞുപോയി എന്ന് കരുതിയാലും ആ വാതിൽ തുറക്കാനുള്ള താക്കോൽ അവന്റെ കയ്യിൽ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ താക്കോലുകളൊന്നുമില്ലല്ലോ. മോനെ അന്തോനി, നിന്റെ കയ്യിലും താക്കോലുണ്ട്. നിന്റെ മുന്നിൽ അടയുന്ന വാതില് തുറക്കാനുള്ള താക്കോൽ. പക്ഷേ ആ താക്കോല് കാണണമെങ്കിൽ നിന്റെ ഉള്ളിലൊരു വെട്ടം വീഴണം. ഉള്ളിലിത്തിരി വെട്ടം തെളിഞ്ഞാൽ ഉള്ളം കയ്യിലിനെ താക്കോലിനെ നിനക്ക് തിരിച്ചറിയാനൊക്കും. അന്ധകാരത്തിന്റെ സന്തതി നിന്റെ പതനമിതാ. കാരണം ഇത് പകലിന്റെ കാലമാണ്.
മോനെ അന്തോണി, നിന്റെ ജീവിതത്തിന്റെ നിരാശയുടെ രാത്രികൾ ഇവിടെ അവസാനിക്കുന്നു. നിന്റെ ഉള്ളിൽ ഇതാ വെളിച്ചം വീഴാൻ പോകുന്നു. ഇനി പ്രത്യാശയുടെ പുലരികൾ നിനക്കുള്ളതാണ്. വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. അതുകൊണ്ട് മാത്രം ഒന്നും അവസാനത്തേതെന്ന് പറയരുത്. ഒന്നും അവസാനത്തേതെന്ന് വിധിക്കരുത്. വാതിലെല്ലാം മുന്നിലടയുന്ന നേരം, വഴിയിലെല്ലാം ഇരുൾ മൂടുന്ന നേരം. വാതിലെല്ലാം മുന്നിലടയുന്ന നേരം, വഴിയിലെല്ലാം ഇരുൾ മൂടുന്ന നേരം. ഉള്ളിൽ തെളിയുന്ന തരിവെളിച്ചത്തിൽ ജീവന്റെ താക്കോൽ തിരിച്ചറിഞ്ഞിടാം. ഉള്ളിൽ തെളിയുന്ന തരിവെളിച്ചത്തിൽ ജീവന്റെ താക്കോൽ